ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ഓണം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഓണം എത്തിയാൽ മിഠായി തെരുവിൽ, കോഴിക്കോടാണ് കേട്ടോ, പിന്നെ ഒരു ഉത്സവ അന്തരീക്ഷമാണ്. മലബാറിലെ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോളമാണ് കോഴിക്കോട്ടെ മിഠായി തെരുവ്. വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളും രുചി വൈവിധ്യങ്ങളും ഒക്കെയായിട്ട് ആകെ കളറാണ് കോഴിക്കോട് മിഠായി തെരുവിൽ. കണ്ടും കേട്ടും മണത്തും ഒക്കെ അനുഭവിച്ച് തന്നെ അറിയണം ഈ മലബാറിലെ ഓണം മിഠായി തെരുവിലെത്തുമ്പോൾ. ഉത്സവങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് മലബാറുകാർ. അത് ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും ക്രിസ്തുമസ് ആയാലും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിലും ഓണത്തിൻ്റെ ആഘോഷ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ സ്റ്റോക്കുകൾ എത്തിക്കഴിഞ്ഞു. ഉപഭോക്താക്കളെ സ്വീകരിക്കാനുള്ള മിനുക്കുപണികളും പൂർത്തിയാക്കി. കോഴിക്കോട് മിഠായി തെരുവിലായിക്കോട്ടെ, എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഷോപ്പുകളിലും കടകളിലും ഏറ്റവും നല്ല ഡിസൈനുകളിലും ഏറ്റവും നല്ല സാധനങ്ങളും മാക്സിമം റേറ്റ് കുറച്ചുകൊണ്ടാണ് ഇപ്പം നമ്മളിവിടെ എല്ലാവരും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. വിവിധ ഡിസൈനുകളിലുള്ള ഷർട്ടുകളും മുണ്ടുകളും സാരികളും ഉൾപ്പെടെ ആളുകൾ ആവശ്യപ്പെടുന്ന ഏതു രീതിയിലുള്ള വസ്ത്രങ്ങളും ഇവിടെ തയ്യാറാണ്. ഓണത്തിൻ്റെ നമ്മളെ ദുരന്തത്തിൻ്റെ ഇതിൽ കുറച്ച് എഫക്റ്റ് ഉണ്ട്. എന്നാലും ഓണത്തിലെ കുറേ വ്യാപാരികൾ എല്ലാ സാധനങ്ങളും ഒക്കെ റെഡിയാക്കി കാത്തു നിൽക്കുകയാണ്. പഴയ മാതിരത്തെ ഓണത്തിൻ്റെ വലിയ ഉഷാറൊന്നുമില്ല. ജീവിതമാർഗ്ഗമാണ്, ഇതെല്ലാവരും കളറാക്കണം ഓണം. മിഠായി തെരുവിലെ ആകാശ വിളക്കുകൾ മാറ്റി LED ലൈറ്റുകളായതോടെ ഇനി പകൽ പോലെ രാത്രിയും പ്രകാശപൂരിതമാകും. പാളയം മാർക്കറ്റിലും സമാനമാണ് സാഹചര്യം. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ പച്ചക്കറികൾക്ക് ക്ഷാമമില്ല. അതിനാൽ നിലവിൽ വിലവർധനവില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നിനും വില കൂടിയിട്ടില്ല. ജനങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് 1-2 സാധനങ്ങൾക്ക് മാത്രമേ വില കൂടി നിൽക്കുന്നുള്ളൂ. വെളുത്തുള്ളിക്കും മാങ്ങയ്ക്കും മല്ലിയിലയ്ക്കും ഇഞ്ചിക്കും മാത്രമാണ് വില 100 കടന്നത്. കിഴങ്ങ്, മുരിങ്ങക്ക, ക്യാരറ്റ്, ചെറിയുള്ളി എന്നിവയ്ക്കും വില സാധാരണ നിലയിലാണ്. പലപ്പോഴും റെക്കോർഡിലെത്തുന്ന തക്കാളിക്ക് 30 രൂപയാണ്. ഇപ്പോൾ പച്ചക്കറി പൊതുവേ എല്ലാം ഇപ്പോൾ സീസണാണ്. ഇപ്പോൾ പച്ചക്കറി വരുന്ന സമയമാണ്. ഇപ്പോൾ അതുകൊണ്ട് വില ഒന്നും കൂടിയില്ല. കൂടാൻ ചാൻസ് കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഒരു 3 ദിവസം മുമ്പ് കൂടും. ഓണത്തിൻ്റെ ഒരു 3-4 ദിവസം മുമ്പേ കൂടുള്ളൂ. പച്ചക്കറിക്ക് വിലക്കുറവായതിനാൽ കച്ചവടം ഇരട്ടിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളുള്ളത്. പ്രജ്വൽ സുരേഷിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ജോസഫ് പറയുന്ന ഒരു കാര്യം, കേരള വിഷനിൽ ഇപ്പോഴും 24 കിട്ടുന്നില്ല, ട്യൂൺ ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേരള വിഷൻ്റെ കേബിൾ ഓപ്പറേറ്ററെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക. ട്യൂൺ ചെയ്താൽ അത് ശരിയാകും. അപ്പോൾ ഇനി വീണ്ടും മിഠായി തെരുവിലേക്ക്. പച്ചക്കറികൾക്ക് ന്യായവില ആയതുകൊണ്ട് വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് കച്ചവടക്കാരുടെ ഒരു പ്രതീക്ഷ. അവരുടെ വാക്കുകളിലേക്ക്. എല്ലാം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എല്ലാ ലെവലിലും അപ്ഡേഷനായി നിൽക്കുകയാണ്. സാധനം സ്റ്റോക്ക് ഫുൾ സ്റ്റോക്കാണ്. വലിയ ആഘോഷങ്ങളില്ലാതാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാൽ SMCയെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ അവിടുന്ന് ഇവിടുന്ന് എല്ലാ ഭാഗത്തുനിന്നും ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രൗഢി എന്തായാലും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഓണാഘോഷമൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കച്ചവടങ്ങളും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രതീക്ഷയിലാണ്. 4-5 ദിവസമായിട്ട് നല്ല സെയിൽ ഏകദേശം വരുന്നു തുടങ്ങിയിട്ടുണ്ട്. ഓണം വിപണി ലക്ഷ്യമിട്ടിട്ട് ഞങ്ങൾ കൂടുതൽ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. കേരള സാരിയും പട്ടുസാരി എല്ലാം സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ ഒരു ആകാംക്ഷയിലൂടെ നിൽക്കുന്നത്, കച്ചവടം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്രാവശ്യം നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയ സ്റ്റോക്കുകളൊക്കെ കയറ്റി ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്.